ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. സോയ ചങ്ക്സിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവർക്കെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ ശ്രീലങ്കൻ സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പല സൈസിലുള്ള സോയ ചങ്ക്സും കിട്ടും. ഇത് അധികം വലിപ്പമില്ലാത്തൊരു മീഡിയം സൈസിലുള്ളൊരു സോയ ചങ്ക്സാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പൈസ് മിക്സ് കൂടി കിട്ടുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലുള്ള മസാല തന്നെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള സോയ ചങ്ക്സ് നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ തന്നെ കുതിർക്കാൻ വെക്കണം. ഇങ്ങനെ ചൂടായ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം കേട്ടോ. വെള്ളം പിഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സോയ ചങ്ക്സ് 2-3 പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റി കഴുകണം. ആദ്യം കഴുകിയ വെള്ളം കാണുന്നില്ലേ, കുറച്ചൊരു കളർ മാറ്റമുണ്ട്. ഇതിന് മണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി കഴുകിയെടുക്കണം. ഇത് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. സവാളയും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളകും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള, ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട്. പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം സോയ ചങ്ക്സ് ചേർക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർക്കാം.
സോയ ചങ്ക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പൊട്ടാറ്റോയും ക്യാരറ്റും സോയ ചങ്ക്സും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ആദ്യം നമ്മൾ സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റിക്കളയാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.